സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. നേരത്തെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നായിരുന്നു. ഇപ്പോൾ ചിലർ തുടങ്ങിയേക്കുന്നത് തിരുവനന്തപുരത്തൊന്നും നടക്കുന്നില്ല. ഈ MRI സ്കാനിങ് മെഷീൻ 2 പ്രധാന കമ്പനികൾ ലോകത്തുണ്ടാക്കുന്നു. ആ മെഷീൻ ഒരെണ്ണം കേരളത്തിൽ നിർമ്മിക്കും. ആപ്പിളിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ AICTയാണ് ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 3. ഇപ്പോൾ ഞങ്ങൾ വരുന്നത് മിഷൻ 1 lakh 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറുള്ള ചെറിയ സംരംഭങ്ങൾ 1 ലക്ഷം എടുത്തിട്ട് 1 കോടി ടേൺ ഓവറുള്ളതാക്കി മാറ്റാൻ സഹായിക്കും. കിറ്റക്സ് തിരിച്ചു വരുമോ? പോയ അവിടെ പോയിട്ടില്ലല്ലോ. ഇപ്പം നന്മ ഇന്നിപ്പോൾ ഒരാൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര ഡിമാൻഡെന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്താണ്, ഇത് നല്ല വെളിച്ചെണ്ണയാണ്. ലുലുവിൽ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ ഷോറൂം തുറന്നു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ 60 ലക്ഷത്തിൻ്റെ കച്ചവടം. നമ്മൾ സാധാരണ കശുവണ്ടി ഫാക്ടറി പോകുമ്പോൾ തന്നെ ഈ കുനിഞ്ഞിരിക്കുന്നു, കറപുരണ്ട കൈകൾ, ആകെ അന്തരീക്ഷം. ഇത് നമ്മൾ ഗ്ലൗസ് ഇടണം, തലയിൽ ക്യാപ്പ് വയ്ക്കണം, ചെരുപ്പിൻ്റെ മുകളിൽ ഇടണം, എന്നിട്ട് അകത്തേക്ക് കയറാം. അവിടെ നിന്നുള്ള കശുവണ്ടിയാണ് ഓസ്കാർ അവാർഡിലെ അല്ലെങ്കിൽ ഗ്രാൻമി അവാർഡിലും സ്നാക്ക് ബോക്സിലുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെ ഈ ഗ്രന്ഥശാലയ്ക്കൊപ്പം എന്ന പദ്ധതിയിലൂടെ AR/VR സംവിധാനങ്ങളൊക്കെ ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ഈ ഒപ്പം എന്ന് പറഞ്ഞാണ് മണ്ഡലത്തിൽ നമ്മുടെ കൃഷിക്കൊപ്പം. ഇപ്പോൾ നല്ല 1000 ഏക്കറിലധികം നമ്മൾ കൃഷിയിലേക്ക് കൊണ്ടുപോകുന്നു. 1200 ഏക്കർ പച്ചക്കറി പോകുന്നു. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ എല്ലാവരും കൃഷിയിലേക്ക്, കൃഷി വകുപ്പിൻ്റെ കൃഷി വകുപ്പ് മാത്രം വിചാരിച്ച കൃഷി നടക്കില്ല. മണ്ണ് സംരക്ഷണം വേണം, ഇറിഗേഷൻ, മൈനർ മേജർ ഇറിഗേഷൻ, കൃഷി വകുപ്പ്, ക്ഷീരം, മത്സ്യം, പിന്നെ സഹകരണ ബാങ്കുകൾ, വായ്പാ സംവിധാനം, പിന്നെ വാല്യൂ അഡീഷൻ, വ്യവസായം. ഇതെല്ലാത്തിൻ്റെ ഏകോപനം ഉണ്ടെങ്കിലേ കർഷകന് ലാഭം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആഹ്വാനം നടത്തി ഒരു തവണയ്ക്ക് ഇറങ്ങുന്നല്ലാതെ നഷ്ടം വന്ന കർഷകർ നിൽക്കും. ഇപ്പോൾ നമ്മൾ സംരംഭങ്ങൾ പറഞ്ഞല്ലോ, 35,000-40,000 രൂപ സ്ത്രീകൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. ഈ കൃഷിക്കൊപ്പം കൂണ് വീട്ടിൽ വളർത്തുന്നു, അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നു. അത് നമ്മൾ സഹകരണ സംഘങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വയനാടിനുണ്ട്. എല്ലാവരും നമ്മൾ കൊണ്ടുവന്നു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് ആലങ്ങാട് എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ മണ്ഡലത്തിലുണ്ട്. ആലാന്ന് പറഞ്ഞാൽ ഈ ശർക്കരയിൽ നിന്നാണ് ഈ പേര് വരുന്നത്. പഴയ നാട്ടുരാജ്യമാണ്. ശബരിമലയിൽ ആലങ്ങാട് യോഗമുണ്ട്. അയ്യപ്പൻ അവിടെ ചെമ്പോലക്കല്ലറിയിലാണ് കായിക അഭ്യാസം പഠിച്ചതെന്നൊക്കെയുള്ള ഇതുള്ള സ്ഥലമാണ്. അവിടെ പണ്ട് ശർക്കര ചൈനീസ് സഞ്ചാരികളുടെ കുറിപ്പിലുണ്ട്, ഉപ്പ് രസമില്ലാത്ത ശർക്കര. പിന്നെ 10-50 കൊല്ലമായിട്ടില്ല. ഇപ്പോൾ നമ്മൾ കരിമ്പ് കൃഷി കൊണ്ടുവന്നു, ശർക്കര വീണ്ടും ഉൽപ്പാദിപ്പിച്ചു, GI ടാഗിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കൃഷിക്കൊപ്പമാണ്. ഇപ്പോൾ ഞാൻ പുതിയൊന്നിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോണ്, ഫാം ടു കിച്ചൺ. രാവിലെ ഈ കൃഷിയിടങ്ങളിൽ നിന്ന് പച്ചക്കറികൾ സംഭരിക്കും, ഒരു വാഹനം, കൂണ് എല്ലാം അതിനകത്തുണ്ടാവും. നമ്മൾ വാല്യൂ അഡീഷണൽ ഉൽപ്പന്നങ്ങൾ, മഷ്റൂം പൗഡർ, മഷ്റൂം ബനാന പൗഡർ, പിന്നെ നമ്മുടെ കൂവ, ഇതെല്ലാം ഉണ്ടാവും. അത് ഈ ഫ്ലാറ്റ്, വില്ല, ഓഫീസുകൾ, റെസിഡൻഷ്യൽ ഏരിയ എല്ലാ ദിവസവും പോകും. രാവിലെ കർഷകന് ബാങ്കിലേക്ക് പൈസ കൊടുക്കും. അതിപ്പോൾ നമ്മൾ അപ്പോൾ ഒപ്പം എന്നുള്ളതാണ് നമ്മുടെ മെഡിക്കൽ ഒപ്പം, പിന്നെ ഈ ചെറുപ്പക്കാർക്കൊപ്പം, അങ്ങനെ വിദ്യാർത്ഥി അതിൻ്റെ ഭാഗമാണ് ഗ്രന്ഥശാലകൾക്കൊപ്പം. അതിന് പ്രത്യേകത 5 കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുണ്ടല്ലോ, ഇന്ത്യയിലേക്കും ഉണ്ടാവില്ല. സേതു സാർ, പിന്നെ മിനിസ്റ്റർക്ക് ലിറ്ററേച്ചറിനോടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. അതിപ്പോൾ ഞാൻ എൻ്റെ കാർഷികോത്സവത്തിൽ ഇവരെ ഒന്നിച്ചിരുന്നിരുന്നു. 5 പേരും, ലീലാവതി ടീച്ചറും ഓൺലൈനിൽ വന്നു, ബാക്കി 4 പേരും, സുഭാഷ് ചന്ദ്രനുണ്ട്, ഗ്രേസി ടീച്ചറുണ്ട്, തോമസ് മാത്യു സാറും, സേതു ഉണ്ട്. അപ്പോൾ സേതു സാറും, അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സേതു സാറിൻ്റെ പേരിലൊരു പുസ്തക കോർണർ ആദ്യം തുടങ്ങി, ലീലാവതി ടീച്ചറുടെ പേരിലുള്ള തുടങ്ങി, തോമസ് മാത്യു സാറിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, സുഭാഷ് ചന്ദ്രൻ്റെ പേരിൽ ഗ്രേസി. അപ്പോൾ അവരുടെ എല്ലാ പുസ്തകങ്ങളും, അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, അവരുടെ അഭിമുഖങ്ങൾ, ഇതെല്ലാം നല്ല AC ഇതൊക്കെയുള്ള ഇതിനകത്തിരിക്കുക, റെഫർ ചെയ്യാനുള്ള സൗകര്യം. പിന്നെ എല്ലാ ലൈബ്രറി ബുക്കുകളും നമ്മൾ ബാർകോഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഏത് ലൈബ്രറിയിൽ ഏത് പുസ്തകം ഉണ്ടെന്ന് മൊബൈൽ ആപ്പ് കൂടി അറിയാൻ പറ്റും, ഇതിലേക്ക് വരികയാണ്. ഒപ്പം കുട്ടികളെ കൂടി കൊണ്ടുവരുന്നത്. നമ്മൾ യുവജന വായനശാല, യുവതാര വായനശാല ഒക്കെ ഒത്തിരി ഉണ്ട്. അകത്ത് ചെല്ലുമ്പോൾ എല്ലാം വയസ്സന്മാരായിരിക്കും. അവർ യുവാക്കളായിരുന്നു നമ്മൾ തുടങ്ങിയതാണ്. പിന്നെ പേര് മാറ്റാൻ പറ്റില്ല, വൃദ്ധ വായനശാല എന്നാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ ചെറുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാം, അതിനാണ് നമ്മളിപ്പോൾ കിഡ്സ് കോർണർ, വെർച്വൽ റിയാലിറ്റി, അങ്ങനെയുള്ള പുതിയ ആധുനിക സങ്കേതങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് വരാം, ഇതെല്ലാം കാണാം, അതിനൊപ്പം വായന പ്രോത്സാഹിപ്പിക്കാം. അത് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ലൈബ്രറികളിലേക്ക് അത് കൊണ്ടുവരികയാണ്. ഈ വ്യവസായ അന്തരീക്ഷത്തിൽ വന്നൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയായിരുന്നു. ആദ്യം തന്നെ ഇന്ത്യയിലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമത് അത് ഒരു നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു, വെല്ലുവിളി? അതിലെന്ന് വെച്ചാൽ ഫീഡ്ബാക്കാണ് 100%.
അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ കരുതിയത് 2021 നോക്കുമ്പോൾ അതിന് മുമ്പ് കുറച്ച് പരിഷ്കാരമൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് നിയമങ്ങൾ ഭേദഗതി ചെയ്തു. K-SWIFT കഴിഞ്ഞ ഗവൺമെൻറ് സമയത്താണ്. ആ തുടർച്ചയുടെ സൗകര്യമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു 10-നുള്ളിൽ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര വന്നില്ല. എന്നുവെച്ചാൽ വിളിക്കുന്നവരെല്ലാം നമുക്ക് അത്ര അനുകൂലമായിട്ടല്ല വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ കേൾക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തേത് ഈ പ്രിസംഷൻ മാറ്റില്ല. അപ്പോൾ ചിലർ ഞങ്ങൾ ഇരുന്നപ്പോൾ നമുക്ക് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ ടൂറിസത്തിൻ്റെ പോലെ നല്ല ടാഗിനെ കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് എളുപ്പമാണ് നമ്മൾ തുടങ്ങുമ്പോൾ. കാരണം പുതിയ മേഖലയിൽ കിടക്കുകയാണ്. നമ്മുടെ പ്രശ്നത്തിൽ നമുക്കെതിരെയുള്ള ഡീപ്പ് റൂട്ട് പ്രിസംഷൻ ഇങ്ങനെ എവറസ്റ്റ് പോലെ നിൽക്കുകയാണ്. അതിന് ഏത് ടാഗിനെയും വന്നെല്ലാം അടിച്ച് തീഴും. നമ്മൾ ആദ്യം ഇതൊന്ന് ഇടിച്ച് നിരത്തണം. എന്നിട്ട് വേണം ഇതിനപ്പുറത്തുള്ളതാണ്. ഇത് ഏറ്റവും വലിയ ബ്രെഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ, സിന്തേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒറിയോറസിൻ മേക്കേഴ്സ് ഇവിടെയാണ്, ഡെൻ കെയർ ഉണ്ടാക്കുന്ന കമ്പനികൾ ഇവിടെയാണ്, ഇലക്ട്രോണിക്സ് ഇങ്ങനെയാണ്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികൾ, സ്റ്റീൽ കമ്പനികൾ പരാമർശിക്കുന്നൊന്നും ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മൾ വിസിബിലിറ്റി കൊണ്ടുപോകും. പിന്നെ അവരെ കേട്ടു. പിന്നെ ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോയി. ഈ എല്ലാ ഇപ്പോൾ പല ഇടയ്ക്ക് ചെറിയ വിവാദങ്ങളൊക്കെ വന്നെങ്കിലും ഒരു വ്യവസായ സംഘടനകൾ അതിൻ്റെ ഒപ്പം പോയില്ലല്ലോ. അവർ ഗവൺമെൻറ് ഒപ്പം ഫിക്കിയ, CIA, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, ടായി, ചേംബർ ഓഫ് കൊമേഴ്സുകൾ, ട്രേഡ് യൂണിയനുകൾ എല്ലാവരും ഒന്നിച്ചങ്ങ് നീങ്ങി. അപ്പോൾ പിന്നെ ഫീഡ്ബാക്ക് നന്നായി. അപ്പോൾ അത് നല്ല മാർക്കിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞു. എന്തായാലും ഒരു വ്യവസായ അന്തരീക്ഷം വളരെ മെച്ചപ്പെട്ടതായി എന്നുള്ള ഒരു സന്ദേശം എല്ലായിടത്തും എത്തി അല്ലേ? കഴിഞ്ഞ തവണ നമ്മളോട് പറഞ്ഞ പരിഷ്കാരം 92% നടപ്പിലാക്കിയോ. ഇത്തവണ നമ്മൾ 99.4%. എങ്ങനെ ബാക്കി വരാൻ പറ്റില്ല. ഇനി പൊളിറ്റിക്കൽസൊക്കെയാണുള്ളത്. 99.4%. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ നമുക്ക് പരിഷ്കാരങ്ങൾ ഈ വർഷത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. നല്ല അന്തരീക്ഷം വന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കെൽട്രോൺ ക്രെസ്നി എന്ന് പറഞ്ഞൊരു ജോയിൻറ്റ് വെഞ്ചർ കല്ലടാൻ്റെ റഷ്യനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ റിവേഴ്സ് മൈഗ്രേഷൻ, റിട്ടേൺ മൈഗ്രേഷൻ, ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ. എന്നുവെച്ചാൽ ലിങ്ക്ഡിൻ ഓരോരുത്തരുടെ പ്രൊഫൈൽ മാറ്റും. ഇപ്പോൾ അമേരിക്കൻ ജോലിയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ വന്നാൽ ഉടൻ മാറ്റുമല്ലോ. അങ്ങനെ മാറ്റിയത് മാത്രം നോക്കിയിട്ട് 40,000 പേര് കേരളത്തിലേക്ക് മാറിയിട്ടുണ്ട്. റിവേഴ്സ് മൈഗ്രേഷൻ അവരുടെ പ്രൊഫൈൽ വെച്ച് മാത്രം ലിങ്ക്ഡിൻ റിപ്പോർട്ട്. അപ്പോൾ അത് ഞാൻ അവിടെ സൂചിപ്പിച്ചപ്പോൾ ഈ ക്രിസ്നിയുടെ ആൾ എന്നോട് പറഞ്ഞു ഞങ്ങളും ഒരു റിവേഴ്സ് മൈഗ്രേഷനാണ്. ഇവർ 40-45 കൊല്ലം ചിലർ നേവിയിൽ വൈസ് അഡ്മിറൽമാരായിരുന്നവരാണ്. റഷ്യയുമായിട്ട് ചേർന്ന ഒരു കമ്പനി ഉണ്ടാക്കി, കെൽട്രോണായി ചേർന്നു. ഇപ്പോൾ അരൂർ വലിയ പ്ലാന്റ് തുടങ്ങുകയാണ്. 1000 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ തൊഴിലിൽ മാത്രമല്ല സംരംഭകത്വത്തിലേക്കും വരുന്നു. അമേരിക്കയിലും മറ്റും ഈ IT മേഖലയിലേക്ക് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവിടുത്തെ പുതിയ സാഹചര്യമൊക്കെ വരുമ്പോൾ അവർക്ക് കേരളത്തിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്. അതെ, ഈ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ കേരളത്തിലേക്ക് വരണം. അപ്പോൾ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണം. അതിലിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് GCC, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ. അപ്പോൾ പണ്ട് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ ബാക്ക് ഓഫീസ്, ഇങ്ങനെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒന്നാണെങ്കിൽ അവരിവിടെ തന്നെ ഒരു ഓഫീസ് ഉണ്ടാക്കും. മെയിൻ അവിടെ ആയിരിക്കും, ബാക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. രാജേഷ് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരില്ല പറഞ്ഞാൽ ഈ MRI സ്കാനിങ് മെഷീൻ 2 പ്രധാന കമ്പനിയാണ് ലോകത്തുണ്ടാക്കുന്നത്. ആ മെഷീൻ ഒരെണ്ണം കേരളത്തിൽ നിർമ്മിക്കണേ. ആണോ? നിർമ്മിച്ചിട്ട് അങ്ങോട്ട് പോകും. ബ്രെയിൻ അവിടെ നിന്ന് കയറ്റും, സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും. അവിടെ ലോഗവും വയ്ക്കും, തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആപ്പിളിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലുണ്ട്. അവിടെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അയക്കുകയാണ്. വലിയ കമ്പനിയാണ് SFL ടെക്നോളജി. ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്. നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ, ജഗാഗിറിൻ്റെ, ജാവേദ് ഹസൻ തുടങ്ങിയ കമ്പനി. അവർ വലിയ ഇത് ഉണ്ടാക്കുന്ന കമ്പനി. ലോകത്തിലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ് കമ്പനികളിലൊന്നാണ്. അപ്പോൾ അതിൽ ഈ രൂപത്തിൽ നല്ല മാറ്റം ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു. ആളുകൾ തിരിച്ചു വരുന്നു, ജോലി ചെയ്യുന്നു. ഈ GCC വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കൗതുകകരമായ വാർത്തയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. വെറ്റിനറി ഡോക്ടർമാർ, സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറ്റിനറി ഡോക്ടർമാരെ എംപ്ലോയ് ചെയ്യുന്ന സ്ഥാപനം തിരുവനന്തപുരത്ത് GCC ആണ്. അത് ശരി. ആക്സി ഇൻഷുറൻസ് കമ്പനി, അമേരിക്കൻ കമ്പനിയാണ്. ഒരു വലിയ GCC ഇവിടെ ഉണ്ട്. അവരുടെ ഏറ്റവും കൂടുതൽ വെറ്റിനറി ഡോക്ടർമാർ അവിടെ ഉണ്ട്. ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ അവരുടെ കീഴില്ല. 60 ഡോക്ടർമാരുണ്ട് അവരുടെ കീഴിൽ. അപ്പോൾ GCC എല്ലാ മേഖലയിലും വരുന്നുണ്ട്. ഇത് നമുക്ക് നല്ല സാധ്യതയാണ്. ഇപ്പം ഇവിടെ പറ്റും, കൊച്ചി പറ്റും, കോഴിക്കോട് പറ്റും. നമ്മളത് നല്ല പൊട്ടൻഷ്യൽ. IT എല്ലാവരും, IT മാത്രമല്ല വരുന്നത്, എല്ലാ മേഖലയും വരും. എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ. പാരമ്പര്യ മേഖല, കയർ, കൈത്തറി, അതൊക്കെ, കശുവണ്ടി, അതൊക്കെ എങ്ങനെ പോകുന്നു? അത് ആദ്യം ഒരു അസംതൃപ്തി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വളരെ ഞങ്ങളുടെ കോൺക്ലേവുകൾ കഴിഞ്ഞ എല്ലാം കശുവണ്ടിയൊക്കെ ആളുകൾ സമാപന സമ്മേളനം തുടങ്ങാൻ
കുറേ സമയം എടുക്കും. കാരണം ഭയങ്കര നൃത്തവും പാട്ടുമൊക്കെ ആയിട്ട് തൊഴിലാളികൾ. കാരണം ഈ കഴിഞ്ഞ 2 വർഷവും ESI കവറേജ് കിട്ടാൻ അത്ര തൊഴിൽ തന്നെ നമ്മൾ കൊടുത്തു. കശുവണ്ടി ഇറക്കുമതി ചെയ്തു. മോഡേണൈസേഷൻ ഞാൻ അന്നേ പറഞ്ഞു, കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് കൂലി കൂടുതലുള്ളതുകൊണ്ടല്ല, മോഡേണൈസേഷൻ ഇല്ല. ഇപ്പം ഞാൻ അവിടെ ഒരു കശുവണ്ടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു, വെസ്റ്റേൺ ഇന്ത്യയുടെ. അപ്പോൾ നമ്മൾ സാധാരണ കശുവണ്ടി ഫാക്ടറി പോകുമ്പോൾ തന്നെ ഈ കുനിഞ്ഞിരിക്കുന്നു, കറപുരണ്ട കൈകൾ, ആകെ അന്തരീക്ഷം. ഇത് നമ്മൾ ഗ്ലൗസ് ഇടണം, തലയിൽ ക്യാപ്പ് വയ്ക്കണം, ചെരുപ്പിൻ്റെ മുകളിൽ ഇടണം, എന്നിട്ട് അകത്തേക്ക് കയറാം. അവിടെ നിന്നുള്ള കശുവണ്ടിയാണ് ഓസ്കാർ അവാർഡിലെ അല്ലെങ്കിൽ ഗ്രാൻമി അവാർഡിലും സ്നാക്ക് ബോക്സിലുള്ളത്. ശരി. അപ്പോൾ അത് മാറി പുതിയ പുതിയ പ്രൊഡക്റ്റിൽ വരാണ്. ഇപ്പോൾ നമ്മൾ കശുവണ്ടി കോർപ്പറേഷൻ ഫാക്ടറി പൈലറ്റായിട്ട് മോഡേൺ ആക്കാൻ പോവാണ്. ഇപ്പോഴത്തെ കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾ ഇതേപോലെയുള്ളതാണെങ്കിൽ അവിടെ ജോലിക്ക് വരില്ല. അതെ. അപ്പോൾ മോഡേൺ തൊഴിൽ അവർ വരുന്നു, നല്ല അന്തരീക്ഷം, നല്ല ഇതിൽ ജോലി ചെയ്യുന്നു, നല്ല ശമ്പളം കിട്ടുമെങ്കിൽ അവർ മാത്രമല്ല പുതിയ തലമുറ അങ്ങോട്ട് വരും. കൊയറിൽ നമ്മളിപ്പോൾ 500 തൊഴിലാളികൾക്ക് മോഡേൺ ഡിസൈനിൽ ട്രെയിനിങ് കൊടുത്തു, നാഷണൽ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായി ചേർന്ന്. എന്നിട്ട് അവരെ വെച്ചൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നു. ലുലുവിൽ നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ ഷോറൂം തുറന്നു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ 60 ലക്ഷത്തിൻ്റെ കച്ചവടം വന്നു. അത് ശരി. ഈ ഭൂവസ്ത്രം എന്നൊക്കെ പറയുന്നത്, ഭൂവസ്ത്രം അത് നമ്മുടെ ജിയോ ഇതാണ്. അതിനകത്ത് ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണ് സംരക്ഷിക്കും. ഇപ്പോൾ ഒറീസയിൽ പോയി മൈനുകളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തു. അപ്പോൾ അത് കയറ് മേഖലയിൽ ഇപ്പോൾ നല്ല മാറ്റം വന്നു. കൈത്തറി കുറച്ചുകൂടി ഉടുപ്പ് ഇതിപ്പോൾ കൈത്തറി ഇതാണ്ട, ഇത് ബ്രാൻഡാണ്, ഈ എന്നുള്ള ബ്രാൻഡാണ്, കൈത്തറി ബ്രാൻഡാണ്. ഇത് നമ്മളിപ്പോൾ പ്രൈവറ്റിനും കൊടുക്കും. ഇത് ഹാൻഡെക്സിനാണ്, പ്രൈവറ്റിന് നമ്മൾ കൊടുക്കും. കാരണം ശരിക്കും കൈ കൊണ്ട് ഉണ്ടാക്കുന്നതിന് കൂടുതൽ വില കിട്ടണം. കാരണം ലോകത്ത് ഏറ്റവും വില കൂടിയ വാച്ച് കൈ കൊണ്ട് ഉണ്ടാക്കുന്ന. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ കവറിലാണെങ്കിൽ ഒരു ചെറിയ QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആരാണ് വീവ് ചെയ്തത്, എങ്ങനെയാണ് ഇത് വീവ് ചെയ്തത്, ഇതിൻ്റെ വീഡിയോ, ഇതെല്ലാം അതിനകത്തേക്ക് വരും. അപ്പോൾ ഒരു വാല്യൂ അഡീഷൻ വന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം കാഷ്യൂ, ഇപ്പോൾ കൊല്ലം കാഷ്യൂ, അത് ആലപ്പി കയർ, ഇങ്ങനെയുള്ള മാർക്കുകൾ വരികയാണ്. പിന്നെ കേരള ബ്രാൻഡ് വന്നു. ഇപ്പം നന്മ, ഇന്നിപ്പോൾ ഒരാൾ ദുബായിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര ഡിമാൻഡ് എന്നാണ് അവിടെ. കാരണം ഗവൺമെൻറ് സർട്ടിഫൈ ചെയ്താണ് ഇത് നല്ല വെളിച്ചെണ്ണയാണ്. അതിന് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പാരാമീറ്റർ ഉണ്ട്, ക്വാളിറ്റി പാരാമീറ്റർ ഉണ്ട്, എത്തിക്കൽ പാരാമീറ്റർ ഉണ്ട്. ഇനി 10 എണ്ണത്തിന് കൊടുക്കാൻ പോവാണ്, വെള്ളം ഉൾപ്പെടെ 10 എണ്ണത്തിന്. ഗവൺമെൻറ് സർട്ടിഫൈഡ് ബ്രാൻഡാണ് കേരള ബ്രാൻഡ്. ഇപ്പോൾ കേരളത്തിൽ വ്യവസായം നടത്താൻ വരുന്നവരോട് പറയാനുള്ളത് എന്താണ്? വ്യവസായം ഇതാണ് റൈറ്റ് ടൈം. നല്ല രീതിയിൽ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ സംരംഭം നടത്തും. നമ്മുടെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ലോകത്ത് എവിടെ നടത്തുന്നതിനേക്കാളും മെച്ചപ്പെട്ട പ്രൊഡക്ടിവിറ്റി ഉള്ള വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഇതായപ്പോൾ മന്ത്രിയായി സംസാരിക്കുന്നതിൽ ഇത് വൃദ്ധസദനമായി മാറും ഇവിടെ ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഭാഗമുണ്ട്. ഒന്ന് നമുക്കത് മാറ്റാൻ നോക്കാം. 2 വൃദ്ധസദനം മോശമാവണ്ട. ലോകത്തുള്ള ആളുകൾ പ്രായമാകുമ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ. ഇപ്പം നമ്മുടെ ആളുകൾ UK പോയിട്ട് കെയർ ഹോമിലാണ് നിൽക്കണേ, ചെറുപ്പക്കാർ. ഇപ്പം ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം ഉണ്ടാവും. അതെ. അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ട്, ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല. അപ്പോൾ ടെൻഷനോടെ നോക്കുക. ഇവിടെയാണ് സുഖമാണ്, വീട്ടിൽ പോയി അവർ ഭക്ഷണം കഴിച്ച് വന്ന് നോക്കാം. ഇപ്പോൾ കൊളംബിയ പസഫിക് സീനിയർ ഹോം തുടങ്ങാൻ ഇൻ്റർനാഷണൽ ബ്രാൻഡ് കേരളത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഉദ്ഘാടനം ചെയ്ത് പാലിയേറ്റീവ് കെയർ, പോസ്റ്റ് ഹോസ്പിറ്റൽ കെയർ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. അത് വരുമാനമുള്ളവർക്കാണ്. അപ്പോൾ വരുമാനമുള്ളവർ വന്നോട്ടെ. കേരളത്തിൽ ഒരുപാട് വമ്പൻ ഹോസ്പിറ്റലുകൾ വരുന്നുണ്ട്, ഇനിയും വരുന്നു. അതെ അതെ. നമ്മുടെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആളുകളുടെ പബ്ലിക് ഹെൽത്ത് കെയർ വരുമാനമുള്ളവർ നിങ്ങൾ നോക്കിക്കോ. ബാക്കി നിങ്ങൾ ജോയിൻ്റായിട്ട് നോക്കിയാൽ ലോകത്തുള്ള പേഷ്യൻസിന് മുഴുവൻ കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പ്രധാന കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെയും KSIDCയുടെ കീഴിൽ അവരിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയിപ്പം വളരെ 6-10 മാസം കണ്ടേ ഉള്ളൂ. അന്നേരം എന്താണ് ഇനിയും ചെയ്യാനുള്ള? ഒരു 10 മാസമല്ല, 130 ദിവസമാണ്. ഓഫീസിലെ സ്ക്രീൻ കണ്ടിട്ടുണ്ടല്ലോ. 2000 അന്ന് മാർച്ച് 12 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പം നമ്മളിപ്പോഴത്തെ വെച്ചാൽ ഈ IKGSന്റെ പ്രധാനമായിട്ട് കൊണ്ടുവരിക. പിന്നെ ഞങ്ങളിപ്പോൾ 2039 വിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം വരും. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നായിരുന്നു. ഇപ്പോൾ ചിലർ തുടങ്ങിയേക്കണത് തിരുവനന്തപുരത്തൊന്നും നടക്കുന്നില്ല. അപ്പോൾ ചിലർ പറയും, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാനൊരു ഉൾക്കാഴ്ച, കൊച്ചിയിലൊന്നും നടക്കുന്നില്ല. അപ്പോൾ കോഴിക്കോടൊന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ എല്ലായിടും നടക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും. ഇപ്പോൾ തിരുവനന്തപുരത്താണ് നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നു, സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ നമ്മുടെ ന്യൂട്രോസ്യൂട്ടിക്കൽസ് വന്നു, ആദ്യത്തെ ജിനോൺ ഡാറ്റാ സെൻറ്റർ ഇവിടെ വന്നത്, നമ്മുടെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇവിടെ വന്നത്. ഞങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ കിൻഫ്രയിലാണ് ആദ്യം ടാറ്റ എലക്സിക്ക് 1.5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് കൊടുത്തു.
അത് സമയത്ത് കൊടുത്തുകൊണ്ട് കോവിഡ് സമയത്താണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. അവരടുത്തത് ഇപ്പോൾ 2 ലക്ഷം കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ യൂണിറ്റി മാൾ ഇന്ത്യയുടെ മുഴുവൻ പ്രൊഡക്റ്റും കൊണ്ടുവരുന്നത് ഇപ്പോൾ 70% കഴിഞ്ഞു തിരുവനന്തപുരത്ത്. പിന്നെ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ ഇപ്പോൾ നമ്മളിവിടെ കിഫ്ബി തന്നെ ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുകയാണ്, സ്ഥലം ഏറ്റെടുക്കുന്നത്. വ്യവസായ വകുപ്പല്ല നേരിട്ട് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എല്ലായിടത്തേക്കും മാറ്റമൊന്നും. അനന്തപുരം, മഞ്ചേശ്വരം, കിറ്റക്സ് തിരിച്ചു വരുമോ? പോയ അവിടെ പോയിട്ടില്ലല്ലോ. ഇതാണ് പ്രശ്നം. അവരിപ്പോഴും ഇന്ത്യയിൽ അവർക്ക് ഇവിടെ മാത്രം പ്രൊഡക്ഷൻ ഉള്ളൂ, വേറെ എങ്ങും പ്രൊഡക്ഷൻ ഇല്ല. ആന്ധ്രയിലേക്ക് പോയാൽ പ്രൊഡക്ഷൻ ആയില്ലല്ലോ. പ്രൊഡക്ഷൻ ആയിട്ടില്ല. പ്രൊഡക്ഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ. പലരും നേരം പോയി, നല്ലവരും ഇവിടെ തന്നെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് അതിൻ്റെ രാഷ്ട്രീയം, നമ്മൾ അതിൽ പോയി അത് അവർക്ക് എവിടെ വേണമെങ്കിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റു സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ HCL അവർ ലോകത്തിൽ 50 ലക്ഷമൊക്കെ മാസം ശമ്പളം കൊടുക്കുന്ന ജീവനക്കാരുടെ സ്ഥാപനമാണ്. അവർ കൊച്ചിയിൽ വന്നു, അവരെ നമ്മൾ സംസാരിച്ചിട്ട് അവിടെ ആദ്യം വന്നു. അതിനുശേഷം അവരിപ്പോൾ തിരുവനന്തപുരത്ത് വന്നു. IBM ഇപ്പോൾ 3000 പേരായി. ഇത് 10-600 കോടി ഒരു വർഷം. മറ്റേത് സ്ഥാപനത്തേക്ക് കൂടുതലാണ്. എല്ലാ ലോകോത്തര കമ്പനികളും ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യും. നമ്മൾ മറ്റേതൊന്നും അധികം പറയാതെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നല്ലാതെ. നിരാശ തോന്നി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ ഈ മീഡിയ ഇത്ര പ്രചാരവേലൊക്കെ വരുമ്പോൾ തോന്നിയെങ്കിലും പിന്നെ അവരും പോസിറ്റീവായിട്ട് എല്ലാ മീഡിയയും കുറേ മാറി. വിവാദ വ്യവസായം അത് തുടരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരും. നമ്മൾ എത്ര ശ്രമിച്ചാലും അത്തരം ചില കാര്യങ്ങൾ വരും. ഞാനൊരിക്കൽ ഒരു മീഡിയ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിൽ ഭയങ്കര ഗതാഗത കുരുക്കായിരുന്നു. അത് മാറ്റാനായിട്ട് എൻ്റെ ഒരു പരിഷ്കാരം ഒരു സർക്കിൾ റൗണ്ട് സംവിധാനം കൊണ്ടു. അപ്പോൾ ചില യൂട്ടേണുകൾ സിഗ്നൽ മാറ്റി യൂട്ടേൺ വന്നു. അതെല്ലാം സ്പോൺസർഷിപ്പാണ്. അപ്പോൾ ഒരെണ്ണത്തിലൊരു നാട മുറിച്ചു. അപ്പോൾ അത് ആ കടക്കാരൻ ഫോട്ടോ എടുത്തു, അയാളെന്തോ ഇട്ടു. അപ്പോഴേക്കും ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഡയറക്ടറിന് എഴുതി, മന്ത്രി വേറെ ഒന്നൊരു നാടമുറി. അതേ ദിവസമാണ് IBMൻ്റെ ലോകത്തിലെ ആദ്യത്തെ Gen AI ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തു. അത് പ്രാദേശിക വാർത്തയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ കൂടി ഒന്ന് മാറിയിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ വിസിബിലിറ്റി എല്ലാവരും എല്ലാ പ്രദേശവും ഇതാണ് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ, ഇതാണ് ഞങ്ങളുടെ പൊട്ടൻഷ്യൽ. മാധ്യമങ്ങളും ഇത് കേരളം ഇപ്പോൾ അവർ വന്നു. അപ്പോൾ നല്ലൊരു മാറ്റം പൊതുവെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ AI എത്രമാത്രം ഇതായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു നമ്മളാണല്ലോ ഫസ്റ്റ് Gen AI നടത്തുന്നത്. AI പ്രധാന ഇപ്പോൾ AI സിറ്റിയാണ് നമ്മൾ കൊച്ചിയിൽ തുടങ്ങുന്നത്. ഇൻഫോ പാർക്ക് 3 AI ബ്രെയിൻ ഉണ്ട്. AI സിറ്റി വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ എല്ലാ കാര്യം AI നിയന്ത്രിക്കുക. അവിടുത്തെ വാട്ടർ സപ്ലൈ, മാലിന്യ സംസ്കരണം, ട്രാഫിക്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നറിയിപ്പ് വന്നാൽ അതിൻ്റെ പ്രിക്കോഷൻസ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ AI സിറ്റിയാണ് ഇപ്പോൾ കൊച്ചിയിൽ വരുന്ന ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 3. നമ്മളിപ്പോൾ ലാൻഡ് പൂളിംഗ് വഴി എടുക്കുന്നത്. അവിടുത്തെ എന്തൊക്കെയായിരിക്കും അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത്? കംപ്ലീറ്റ് AI കൺട്രോൾ ചെയ്യും. AI വ്യവസായങ്ങളുണ്ട്, അതിൻ്റെ AI ബ്രെയിനാണ്. അതിന് ബ്രെയിൻ തന്നെയുണ്ട്. മൊത്തം സിസ്റ്റം AI കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഓട്ടോമോട്ടീവ് ടെക്നോളജി തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ തന്നെ Gen AIയുടെ പ്രോഗ്രാം ഇവിടെ എഴുതി, കമ്പ്യൂട്ടർ പ്രോഗ്രാം. Gen AI എഴുതുമ്പോൾ നമ്മൾ ചുമ്മാ കമാൻഡ് കൊടുത്താൽ മതി. പണ്ട് മനുഷ്യനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓട്ടോമോട്ടീവ് ടെക്നോളജി നന്നായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വയനാട് ഇന്നൊരാൾ വന്നിരുന്നു. അവിടെ ഒരു ദിവസം 3 കണ്ടെയ്നർ പൊറോട്ട വിദേശത്തേക്ക് പോകുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. ഇടുക്കി സ്പൈസ് പാർക്ക് പോകുന്നു. അപ്പോൾ എല്ലായിടത്തും കേരളത്തിൻ്റെ ഞാൻ ഇപ്പോൾ പുതിയൊരു ടേം പറയുകയാണെങ്കിൽ ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഉൾക്കൊള്ളുന്ന വ്യവസായം. ഇപ്പോൾ ഞങ്ങളുടെ പുതിയ പദ്ധതി മിഷൻ 1000 അറിയാലോ. 1000 സംരംഭങ്ങൾ 100 കോടി ടേൺ ഓവർ. ഇപ്പോൾ ഞങ്ങൾ വരുന്നത് മിഷൻ 1 lakh, 50 ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറുള്ള ചെറിയ സംരംഭങ്ങൾ 1 ലക്ഷം എടുത്തിട്ട് 1 കോടി ടേൺ ഓവറുള്ളതാക്കി മാറ്റാൻ സഹായിക്കുക. ചെറിയ സംരംഭങ്ങൾ, നമുക്ക് ഈ ചെറിയ സംരംഭങ്ങളിൽ കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ 1 ലക്ഷം സംരംഭങ്ങൾ 1 കോടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടിയായി. ഉദ്യോഗസ്ഥരും ആ രീതി മാറിയിട്ടുണ്ടോ? ഉദ്യോഗസ്ഥർ നല്ല മാറ്റം വന്നു. എല്ലാം പൂർണ്ണമായും നമുക്ക് ബ്യൂറോക്രസി യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രേഡ് യൂണിയനോ മീഡിയയെക്കാളും ഇനി കേരളത്തിലെ വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു തടസ്സം ബ്യൂറോക്രാസി തന്നെയാണ്. ബ്യൂറോക്രസി പലർക്ക് സംശയങ്ങൾ തീരെയില്ല എന്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞങ്ങളുടെ വകുപ്പിൽ നല്ല മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു വകുപ്പുകളിലും മാറ്റം വന്നു. ഇപ്പോൾ നമ്മൾ പുതിയ നിയമം പാസ്സാക്കി 10,000 രൂപ ഫൈൻ ഈടാക്കാൻ സ്വതന്ത്ര ഏജൻസി വരാണ്. വിവരാവകാശ കമ്മീഷൻ പോലെ തന്നെ സേവനാവകാശ കമ്മീഷൻ വരാണ്. ആ സേവനാവകാശ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ സേവനാവകാശ നിയമം ഉണ്ടായിരുന്നു. 500 മുതൽ 5000 രൂപ വരെ കൃത്യസമയത്ത് സേവനം കൊടുത്തില്ലെങ്കിൽ ഫൈൻ ഈടാക്കാം. പക്ഷേ 2 ദശകത്തോളമായിട്ട് ഒരു കൃത്യമായി സേവനം കേരളത്തിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്, ആർക്കും ഫൈൻ ഈടാക്കിയിട്ടില്ല. കാരണം വെച്ചപ്പോൾ ഞാൻ
ചെയ്യുന്നില്ലെങ്കിൽ രാജേഷ് എൻ്റെ മേലുദ്യോഗസ്ഥൻ, രാജേഷിന് അപ്പീൽ നൽകുന്നത്, നമ്മൾ ഒന്നിച്ച് ഓടിക്കാൻ പോണേ. അതെ അപ്പോൾ എങ്ങനെ എനിക്ക് ഫൈൻ അടിക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സ്വതന്ത്ര സേവനാവകാശ കമ്മീഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവിടെ പരാതി കൊടുക്കാം. അപ്പോൾ ശിക്ഷിക്കാൻ, ഫൈൻ ഈടാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യമായിട്ടൊരു സംവിധാനം നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ബ്യൂറോക്രസി മാറിയിട്ടുണ്ട്. എന്നാൽ ഇനിയും കുറേ കൂടി. പിന്നെ നമ്മുടെ സെക്രട്ടേറിയൽ സിസ്റ്റം, അതിപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു വന്നാൽ ഈ ഫയല് കയറി ഇറങ്ങി വരണം എന്ന് പറഞ്ഞ കുറേ പടവുകൾ കുറച്ചെങ്കിൽ പോലും, തട്ട് കുറച്ചാൽ പോലും ഒരു വകുപ്പ്, ഇപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയാണ്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിപ്പോയി നിയമത്തിൽ കൊടുക്കും, വീണ്ടും പടവ് കയറി എൻ്റെ അടുത്ത് വീണ്ടും വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യണം, ഫിനാൻസിൽ കൊടുക്കും. ഇപ്പോൾ ഇപ്പോൾ 2018 റേറ്റാണ്, അത് മാറി 2029 റേറ്റിലേക്ക് വന്നു. അപ്പോൾ പുതിയ റേറ്റ് വന്നപ്പോൾ മാറ്റം വന്നു. ആ മാറ്റം വന്നിരുമ്പോൾ സ്വാഭാവികമായിട്ടും എസ്റ്റിമേറ്റ് മാറുമല്ലോ. എസ്റ്റിമേറ്റ് മാറുമ്പോൾ വീണ്ടും ഇതേപോലെ മന്ത്രിയെ കണ്ടിട്ട് വീണ്ടും വരണം. അപ്പോൾ ആദ്യം മന്ത്രി കണ്ടുപോയതാണ്, പിന്നെ റേറ്റ് കൂടാന്നുള്ളത് ആ വകുപ്പിന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭരണ പരിഷ്കരണത്തിൽ കുറേ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇനിയും നമ്മൾ കുറേ സിംപ്ലിഫൈ ചെയ്യണം. ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. ഒരു ഫയൽ ഒരാൾ 5 ദിവസം നോക്കിയില്ലെങ്കിൽ നേരെ മുകളിലേക്ക് ഒന്ന് കയറി പോകണം, എന്നിട്ട് തിരിച്ചിറങ്ങണം. അപ്പോൾ മാർക്ക് കുറയ്ക്കണം. പ്രൊമോഷണൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അറിയാം ഇയാൾ എത്ര ദിവസം 5 ദിവസം കൂടുതൽ വെച്ചു, ഈ സേവനാവകാശം പോലെ തന്നെ. അപ്പോൾ ഈ പ്രൊമോഷൻ, ഇപ്പോൾ ഒരു ജോലിക്ക് കയറുന്ന ഒരു ലെക്ചർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ആകണമെങ്കിൽ അത്രയും പോയിന്റ് കിട്ടണം. ഇവിടെ ഒരു ക്ലർക്ക് മുകളിൽ കയറുമ്പോൾ അത്രയും പോയിന്റ് കണക്ക്. അങ്ങനെ കുറച്ച് ഭരണ പരിഷ്കരണ മാറ്റങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അങ്ങനെ കുറെ കൂടി സ്പീഡായി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എല്ലാ വകുപ്പുകളുടെ ഏകോപനം പ്രധാനപ്പെട്ടതാണ്. അതിന് ചില കോർഡിനേഷൻ അതിപ്പോൾ വന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നമ്മളൊരു നിയമം പാസ്സാക്കി, ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ കൗൺസിൽ. അദ്ദേഹം ചെയർമാനും ഞാൻ കോ ചെയർമാനും മറ്റു മന്ത്രിമാരും, പിന്നെ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഏത് വകുപ്പിലേക്ക് നിക്ഷേപം വന്നാലും ഈ കമ്മിറ്റിക്ക് ഇടപെട്ട് തീരുമാനമെടുക്കാം. അത് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കഴിഞ്ഞ വധച്ച് 2014 വധച്ചല്ലോ, അതിങ്ങനെ പതുക്കെ വളർന്നു വന്നിട്ടുള്ളൂ. കുറേ കൂടി നമ്മളതിന് ശരിയാക്കി വെള്ളം കൊടുത്തോളാം. അതിൻ്റെ ഇനി കൊയ്യാൻ പോകുന്നത് അടുത്ത 5 വർഷമായിരിക്കും. അതുകൊണ്ടാണ് തുടർച്ച ശരിക്കും ഒരു അനിവാര്യമാണ് കേരളത്തിൻ്റെ മുന്നേറ്റത്തിന്. അപ്പോൾ അത് കൊയ്യാൻ അവസരം ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. നന്ദി.